നാട്ടിൽ ഒരു ബിസിനസ് ചെയ്യാന്നുള്ളത് ഏതൊരു ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ള ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത്, ബിസിനസ് ചെയ്തിട്ട് ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നാണ്. പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആളുകൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നാട്ടിൽ സെറ്റിലാവാൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയതിന് ശേഷം നാട്ടിൽ പോയി നല്ലൊരു ബിസിനസ് തുടങ്ങിയിട്ട് നാട്ടിൽ സെറ്റിലാവണമെന്ന് പറയുന്ന പ്രവാസികളുടെ എണ്ണം വളരെ അധികം കൂടുതലാണ്. എന്നാൽ നാട്ടിലൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരു ബിസിനസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത്, ബിസിനസ് ചെയ്തില്ലെങ്കിൽ കിട്ടുന്ന ആ ജോലിയിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം നമുക്ക് കിട്ടും, കുറേ ലാഭമൊന്നും കിട്ടില്ല എന്നുള്ളതാണ് നഷ്ടം. ലാഭം ഒരുപാട് കിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നഷ്ടം. എന്നാൽ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടി ഇറക്കുന്ന മുഴുവൻ പണവും ഒരു പക്ഷേ നഷ്ടപ്പെടാൻ, നമ്മൾ ഒരു കടമില്ലാതെ നല്ല മാന്യമായ ഒരു ജോലിയിൽ ശമ്പളമൊക്കെ കിട്ടിയിട്ട് ജീവിച്ചിരുന്ന നമ്മൾ പെട്ടെന്നൊരു ജോലി ഒക്കെ ഒഴിവാക്കിയിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശമ്പളവും ഇല്ല, അവസാനം ഇതുവരെ ഉണ്ടാക്കിയ പണവും പോയി, ഒരുപക്ഷെ ഭാര്യയുടെ സ്വർണവും അതുപോലെ തന്നെ അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് കടം വാങ്ങിയും ഒക്കെ ആയിരിക്കും നമ്മൾ ബിസിനസ് ചെയ്തിട്ടുണ്ടാവുക. ബിസിനസ് പൊട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് ഇറക്കിയ പണം മാത്രമല്ല, ഇറക്കിയ പണം ഓൾറെഡി നമുക്ക് നഷ്ടമായിട്ടുണ്ടാവും. അതോടൊപ്പം നമുക്ക് അതിനോടനുബന്ധമായി കുറേ ബാധ്യതകൾ നമുക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇറക്കിയ പണം പോയി, പിന്നെ ഈ ബാധ്യതകൾ തീർക്കാൻ നമ്മൾ വർഷങ്ങൾ പണിയെടുക്കണം. അപ്പോൾ നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് അതിന് വലിയ പ്രസക്തി ഉണ്ട് എന്ന് ആദ്യമേ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകൾ കാണാം. വലിയ പ്രത്യേകിച്ച് ഹൈവേകളോടൊക്കെ ചേർന്നുകൊണ്ട് പുതിയ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. എല്ലാത്തിനും നല്ല വാടക അവർ വാങ്ങുന്നുണ്ട്. നമുക്കറിയാം, ഷോപ്പുകളൊക്കെ തന്നെ തുറന്നിരിക്കുന്നത് കാണാം. നമ്മൾ കരുതും ഇതൊക്കെ വലിയ ലാഭത്തിലാണ് ഓടുന്നത്. പലപ്പോഴും പല ഷോപ്പുകളും 6 മാസം ഒരാൾ നടത്തി, പിന്നീട് വേറെ ആൾക്ക് കൊടുത്ത്, പിന്നെ ഇത് വേറെ ഷോപ്പ് ഇങ്ങനെ തുറന്ന് പ്രവർത്തിക്കുന്നത് കാണാം. പലപ്പോഴും അതിൻ്റെ ഓണർമാർ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം. പലപ്പോഴും നമ്മൾ ഒരു ഷോപ്പ് എടുക്കുന്നതിന് മുമ്പ് 100 വട്ടം 100 കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. റെൻറ്റ് നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ തുടങ്ങുന്ന ബിസിനസ്സിൽ എത്ര രൂപയുടെ ബിസിനസ് നടക്കും, ആ ബിസിനസ്സിൽ ഒരുപാട് എക്സ്പെൻസുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ആ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം കൊണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് കൊണ്ട് ഒരുപാട് എക്സ്പെൻസുകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് റെൻറ്റ്. അത് വലിയൊരു ബാധ്യതയായിട്ട് എപ്പോഴും വരുന്നതാണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ ശമ്പളം തുടങ്ങിയിട്ടുള്ള മറ്റുള്ള ഒരുപാട് ചിലവുകളുണ്ട്. അപ്പോൾ ഈ ചിലവുകളൊക്കെ കവർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള റെൻറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്ഥലമാണോ നോക്കണം. ഒരു 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 ഔട്ട്ലെറ്റ് നമ്മൾ എടുക്കുമ്പോൾ ആ ഔട്ട്ലെറ്റിൽ എത്രത്തോളം ബിസിനസ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഹൈവേയുടെ തീരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടികൾക്ക് നിർത്താനുള്ള സൗകര്യം ഉണ്ടോ, പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ, അതുപോലെ തന്നെ ഹൈവേകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്ന രീതിയിലാണ് ഷോപ്പ്. ഇതെല്ലാം പരിശോധിച്ചിട്ട് വേണം നമ്മളൊരു ഔട്ട്ലെറ്റ്, ഒരു ഷട്ടർ നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഇനി ഷട്ടർ തിരഞ്ഞെടുത്താൽ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്, ആ ബിസിനസ് അതിൽ നമുക്ക് എന്തൊക്കെ അനുഭവമുണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും. ആരെങ്കിലും കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ്സിൽ പണം ഇറക്കരുത്. മറ്റൊരാളെ വിശ്വസിച്ചുകൊണ്ട് മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് ഒരിക്കലും ഒരു ബിസിനസ്സിൽ നമ്മൾ പണം ഇറക്കരുത്. അത് ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കാം, ഒരുപക്ഷെ ബ്രദറായിരിക്കാം, ഒരുപക്ഷെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കാം. ഒരുപാട് ആളുകൾ വിജയിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ വർത്തമാനം കേട്ടിട്ട് പൈസ ഇറക്കിയിട്ട്. പക്ഷേ അങ്ങനെ ഇറക്കുമ്പോൾ പോലും ആ ആൾക്ക് എത്രത്തോളം ആ വിഷയത്തിൽ അറിവുണ്ട് അല്ലെങ്കിൽ പരിചയമുണ്ട്, ഇതിനു മുമ്പ് ഏതെങ്കിലും നിലയിൽ അത്തരത്തിലുള്ള ബിസിനസ്സുകൾ തുടങ്ങി വിജയിപ്പിച്ച ആളാണോ ഇയാൾ, അതിനുള്ള കഴിവുള്ള ആളാണോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവണം. ആ ആളെക്കുറിച്ച് ആദ്യം വിലയിരുത്തണം. നമ്മളോടൊപ്പം ഒരാൾ നീ ധൈര്യമായിട്ട് പൈസ ഇറക്കിക്കോ, പണം ഇറക്കിക്കോ, ഞാൻ നിങ്ങൾക്ക് ബിസിനസ് ചെയ്തു തരാം എന്ന് പറയുമ്പോൾ ആ ആൾക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നും അതിനുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള, കഴിവുള്ള, വിശ്വാസതയുള്ള ഒരാളാണ് നിങ്ങളോട് അങ്ങനെ പറയുന്നത് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പണം ഇറക്കാം. അതല്ലാത്ത പക്ഷം എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ വിശ്വസിച്ചുകൊണ്ട് പണം ഇറക്കിയാൽ ഇതിൻ്റെ പ്രോബ്ലം എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഇയാളുടെ മനസ്സ് മാറും, അല്ലെങ്കിൽ ഇയാൾക്ക് താല്പര്യക്കുറവുണ്ടാവും. ഒരുപക്ഷെ നമ്മളെ കൊണ്ടൊക്കെ പണം ഇറക്കിയിട്ടുണ്ടാവും, ഈ ആളുടെ പണം അതിലുണ്ടാവില്ല. ഇയാളുടെ പണം അതിലില്ല എന്നുള്ള അർത്ഥം ആൾക്ക് നാളെ ഈ വിഷയത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആൾക്ക് പോകാൻ, കാരണം ആളുടെ പണം അതിലിറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇറക്കുന്നതിന് തുല്യമായ പണം ഇറക്കുന്ന കഴിവുള്ള ഒരു പാർട്ട്ണർ, ആ പാർട്ട്ണറായിരിക്കണം ആ ബിസിനസ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ഇറക്കുന്നതിന് തുല്യമായ പണം ആ പാർട്ട്ണർ ഇറക്കുമ്പോൾ പോലും നമ്മൾ ചിലപ്പോൾ പണം ഇറക്കിയിട്ടുണ്ടാവുക അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിയിട്ടാവും. നമ്മുടെ പാർട്ട്ണർക്ക് ചിലപ്പോൾ ഒരുപാട് പണം കയ്യിലുള്ള ആളാവും. ഒരു 10 ലക്ഷം രൂപ നാട്ടിൽ മൊത്തം 30 ലക്ഷം രൂപ വരുന്ന ഒരു ബിസിനസ്സിലേക്ക് ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറായിട്ടുള്ള പൈസക്കാരനായിട്ടുള്ള ആൾ 10 ലക്ഷം രൂപ ഇടുന്നുണ്ടാവും.
നിങ്ങൾ 2 പേര് 10 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ 2 പേരും ഒരുപാട് കടം വാങ്ങിയ പൈസ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ 10 ഇട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ പാർട്ണർ 10 ലക്ഷം രൂപ ഇട്ടുണ്ടാവുക. പുള്ളിക്ക് ഒരുപാട് പണമുള്ള ആളായിരിക്കും. ആ 10 ലക്ഷം പോകുന്നത് പുള്ളിക്ക് ഒരു പക്ഷേ ഒരു ലഡുവിലൊരു മുന്തിരി എടുത്ത് കിടക്കുന്നത് പോലെ ഉണ്ടാവുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ വിലയായിരിക്കും. അതിൽ സ്വർണം പണയം വെച്ചതുണ്ടാവാം, കടം വാങ്ങിയതുണ്ടാവാം. നിങ്ങളുടെ മുഴുവൻ പ്രതീക്ഷയും ആ ബിസിനസ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഈ ഉറപ്പ് നൽകിയ പാർട്ണറെ സംബന്ധിച്ചിടത്തോളം ആ പുള്ളി ഇറക്കിയിട്ടുള്ള 10 ലക്ഷത്തിന് ഒരു വാല്യൂ അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ഇത് ഇല്ലെങ്കിൽ വേറെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പരിശോധിച്ചിട്ട് വേണം. കാരണം ഇവർ ഇതിട്ട് പോയി കഴിഞ്ഞാൽ അയാളുടെ 10 ലക്ഷം പോയതുപോലെയല്ല നിങ്ങളുടെ 10 ലക്ഷം. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ട് വേണം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മറ്റൊരാളെ വിശ്വസിച്ച് ഇറങ്ങുന്ന ബിസിനസ് ആണെങ്കിൽ ആ ആൾക്ക് ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ കഴിവുള്ള ആളാണോ, നിങ്ങളെ ചതിക്കുകയോ, ഒരു കച്ചവടക്കാരനാണോ? ഒരു നല്ല ബിസിനസ്സുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഷെയർ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അയാളെ വിശ്വസിക്കാം. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരിക്കലും ഒരു നല്ല കച്ചവടക്കാരന് ഇങ്ങനെ കുറേ പാർട്ട്നേഴ്സിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു കച്ചവടക്കാരന് ഒരിക്കലും 1-2 ബിസിനസ്സൊക്കെ ചെയ്ത് ബിസിനസ് സക്സസ് ആയ ഒരാൾ ഒരിക്കലും കുറേ പാർട്ട്ണർമാരെ തിരഞ്ഞ് നടക്കാറില്ല. പാർട്ട്ണർമാരെ തിരഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പിന്നെ അത്രത്തോളം പൈസയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളെ കുടുംബക്കാരായിട്ടുള്ള നിങ്ങളെ സഹായിക്കണം എന്ന് കരുതിയിട്ട് പാർട്ണർഷിപ്പ് ആക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഏട്ടനനിയന്മാരൊക്കെ തമ്മിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ജ്യേഷ്ഠനും ചിലപ്പോൾ അല്ലെങ്കിൽ അനിയൻ നല്ല ബിസിനസ് തന്നെ ആയിരിക്കും. അപ്പോൾ അനിയനിക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും തൻ്റെ സഹോദരന്മാരൊക്കെ തൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അത്തരം ലക്ഷ്യത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അപൂർവമായിട്ടൊക്കെ നടക്കുകയും സക്സസ് ആവുകയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നൊക്കെ നല്ല ആളുകളൊക്കെ ഉണ്ട്. അതല്ലാത്തിടത്തോളം പാർട്ട്ണർമാരൊക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിനെ കഴിവുള്ള ആളാണോ എന്ന് നോക്കിയിട്ടാവണം. അതല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ നമുക്കറിയുന്ന പണിയായിരിക്കണം. നമുക്കറിയുന്നൊരു പണിയുണ്ട്, ആ പണിയിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പൈസ ഇറക്കി കഴിഞ്ഞാൽ പണം പോവില്ല, എനിക്കത് ബിസിനസ് ചെയ്ത് വിജയിക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ നാട്ടിൽ നല്ലൊരു ഷട്ടർ എടുത്തിട്ട് അല്ലെങ്കിൽ നല്ലൊരു ലൊക്കേഷൻ തിരഞ്ഞെടുത്തിട്ട് അവിടെ ഒരു ഷോറൂം തുടങ്ങുന്നതിനെക്കുറിച്ചൊരു ഷോപ്പ് തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നഷ്ടമില്ലാതെ. അപ്പോൾ എപ്പോഴും നമ്മളൊരു ബിസിനസ് ചൂസ് ചെയ്യുന്ന സമയത്ത്, തിരഞ്ഞെടുക്കുന്ന സമയത്ത് പാർട്ട്ണർമാർ പലതും പറയുമെങ്കിൽ പോലും നമുക്ക് അതിലൊരു തീരുമാനം ഉണ്ടാവണം. ആ തീരുമാനം എന്താണ്? നാളെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ ഏതെങ്കിലും രീതിയിൽ ആ ബിസിനസ് ഇട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ഏറ്റെടുത്ത് നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ, ഈ ഘട്ടങ്ങളിൽ അത് ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന, അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളായിരിക്കണം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പാർട്ട്ണർ അത്രത്തോളം ആ വിഷയത്തിൽ കഴിവുള്ള ആളായിരിക്കണം. ഞാൻ പ്രത്യേകിച്ച് നാട്ടിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. നാട്ടിലെ ബിസിനസ് ആണെങ്കിലും പുറത്തെ ബിസിനസ് ആണെങ്കിലും. പക്ഷേ നാട്ടിലാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ, പ്രവാസികളായിട്ടുള്ള ആളുകൾ ഗൾഫിലെ നല്ല ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് നാട്ടിൽ പോയി ഇതുപോലുള്ള ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് ആരും ഹാപ്പി അല്ല എന്നുള്ളതാണ്. ആരും അത്ര സന്തോഷമല്ല ചോദിക്കുമ്പോൾ. ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ പെട്ടുപോയിട്ട് ബിസിനസ് തുടങ്ങിയ ആളുകൾ പോലും, ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കാണുമ്പോൾ കൊള്ളാവുന്നൊരു കടക്കാര് തോന്നുന്നുണ്ടെങ്കിലും അവർ ഹാപ്പി അല്ല എന്നുള്ളതാണ്. അവർക്ക് തിരിച്ച് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ കോവിഡ് കാലത്ത് ഇവിടെ വന്ന് പെട്ടുപോയതാണ് എന്നാണ് പറയുന്നത്, 5 വർഷങ്ങൾക്ക് ശേഷവും. അപ്പോൾ അവർക്ക് ഇപ്പോഴും ആ പെട്ടുപോയതാണ്, നാട്ടിൽ പെട്ടു എന്നുള്ളതാണ് ബിസിനസ് തുടങ്ങിയതിന് ശേഷവും. അപ്പോൾ അതുകൊണ്ട് നിലവിൽ ബിസിനസ് തുടങ്ങിയ ആളുകൾ പലരും ഹാപ്പി അല്ല എന്നുള്ളതാണ്. നാട്ടിൽ പൊതുവെ ബിസിനസ് വിജയിപ്പിക്കുന്നത്, നാട്ടിൽ പഴയ കാലം മുതൽ തന്നെ ബിസിനസ് ചെയ്ത ആളുകളുടെ മക്കൾ, പരമ്പരാഗതമായി ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അവരവരുടെ ബിസിനസ്സിൽ സക്സസ് നേടുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഇവിടുന്ന് ഗൾഫൊക്കെ നിർത്തിപ്പോയി വലിയ പണം മുടക്കി ചെയ്യുന്ന ബിസിനസ്സുകളിൽ പലതും വേണ്ട രീതിയിൽ ശോഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ലാഭം അതുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റെടുത്ത് നടത്താം. ഇനിയിപ്പോൾ പാർട്ട്ണർമാരാരും വിട്ടേച്ച് പോയാലും എന്നെക്കൊണ്ട് അത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയും, അത്രയും കോൺഫിഡൻസ് ഉള്ള കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ബിസിനസ്സുകാരനാവുന്നതിൽ തെറ്റൊന്നുമില്ല. അതല്ലെങ്കിൽ ആ രീതിയിൽ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നല്ല കഠിന പ്രയത്നം നടത്തുന്ന, ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിവുള്ള, നല്ല മനോധൈര്യമുള്ള, അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്കൊക്കെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് ബിസിനസ് തുടങ്ങി നമ്മൾ വിചാരിച്ച ഫണ്ട് ഇട്ടതിന് ശേഷം ചിലപ്പോൾ ബിസിനസ് അങ്ങോട്ട് പൊന്തുന്നില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചൊക്കെ ഫണ്ട് ബൂസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ കുറച്ച് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്കാണ്. ഇനിയും എന്നാൽ തുടങ്ങിയ ബിസിനസ് പെട്ടെന്ന് തകരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ചെറിയ രീതിയിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്ക് അതിനാ ഒരു സാഹചര്യത്തെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ വലിയ നിലയിലുള്ള മാനസിക സംഘർഷവും മറ്റുള്ള പ്രശ്നങ്ങളിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാവും. മാനസിക നില പോലും തെറ്റുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മറികടക്കാൻ കഴിയുന്ന രീതിയിലുള്ള
ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ കപ്പാസിറ്റിക്കകത്ത് നിന്നുകൊണ്ട് നമ്മുടെ പണത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളിൽ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ കഴിവിനെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ഐഡിയ ബോധം ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നാട്ടിൽ ഒരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൊരു ജോലി ചെയ്ത് പോകുമ്പോൾ കൃത്യമായ ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടി വളരെ നല്ല രീതിയിൽ പോകുന്ന ആളുകളായിരിക്കും നമ്മൾ. എന്നാൽ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇറക്കിയ പണം ഒരു 15 ലക്ഷം രൂപ ഇറക്കിയിട്ട് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അത് നഷ്ടത്തിലായി കഴിഞ്ഞാൽ ആ 15 ലക്ഷം അങ്ങ് പോയി കിട്ടിയെന്ന് മാത്രമല്ല അനുബന്ധമായി കുറേ കടങ്ങളുണ്ടാവും. പിന്നെ ഇതൊക്കെ വീട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ജോലി നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് നാട്ടിൽ പോയി ഉണ്ടാവുക. രണ്ടാമതൊരു ജോലി കിട്ടി അതിലേക്ക് മടങ്ങി എത്തണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസം നമുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള ജോലി നഷ്ടപ്പെടുത്തിയിട്ടുമൊക്കെ ബിസിനസ്സിലേക്ക് പോകുന്ന ആളുകൾ വളരെയധികം ജാഗ്രത പാലിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു ബിസിനസ്സിലേക്കും പോകേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ക്യാപിറ്റൽ ആവശ്യമുള്ള അല്ലെങ്കിൽ മൂലധനം ആവശ്യമുള്ള ഒരു ബിസിനസ്, 10 ലക്ഷം രൂപ ക്യാപിറ്റൽ ആവശ്യമുള്ള ഒരു ബിസിനസ്, ആ ബിസിനസ് നമുക്ക് ഇറക്കാൻ നമ്മളെ കയ്യിൽ ആകെ 5 ലക്ഷം രൂപ ഉള്ളൂ. പിന്നെ നമ്മൾ ഇവിടുന്നും കടം വാങ്ങിയിട്ട് ഒരു 5 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് ആ ബിസിനസ് തുടങ്ങിയിട്ട് നമുക്ക് ചിലപ്പോൾ 5-6 മാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ബിസിനസ് കയറി വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപയും കൂടി ഇറക്കേണ്ടി വരും. അല്ലെങ്കിൽ കുറച്ച് പൈസയും കൂടി നമുക്ക് റോൾ ചെയ്യാന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല, അത് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപ ആവശ്യമുള്ള ബിസിനസ്സിന് 5 ലക്ഷം രൂപയും കയ്യിൽ വെച്ചിട്ട് തുടങ്ങരുത്. 10 ലക്ഷം രൂപ ആവശ്യമുള്ള ബിസിനസ്സിന് നമ്മുടെ കയ്യിൽ 20 ലക്ഷം ഉണ്ടാവണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ 10 ലക്ഷം രൂപ ഇറക്കിയിട്ട് ബാക്കി നമുക്ക് ബാക്കപ്പായിട്ട് മണി നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ കുറേ കൂടി നന്നായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയും. അതല്ലാതെ ഒരിക്കലും 10 ലക്ഷം രൂപ ആവശ്യമുള്ള ബിസിനസ്സിന് 5 ലക്ഷം രൂപ കയ്യിലും വെച്ച് ബാക്കി 5 ലക്ഷം കടം വാങ്ങുന്ന സാഹചര്യം ഉണ്ടാവരുത്. നിങ്ങളുടെ കയ്യിൽ ആകെ 5 ലക്ഷം ഉള്ളൂന്നുണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപ ക്യാപിറ്റൽ ആവശ്യമുള്ള ഒരു ബിസിനസ്സേ നിങ്ങൾ തുടങ്ങാൻ പാടുള്ളൂ. ഇതൊക്കെ നമ്മൾ പല ബിസിനസ്സുകൾ തുടങ്ങിയ അടിസ്ഥാനത്തിലും നമ്മുടെ സുഹൃത്തുക്കൾ തുടങ്ങിയ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പണത്തിനകത്ത് ഒരിക്കലും നമുക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നമുക്ക് ഫണ്ട് അതിലേക്ക് ബൂസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരും. അപ്പോൾ നമുക്ക് കടം വാങ്ങാനും പിടിക്കാനും ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. കൃത്യമായിട്ട് സാധനങ്ങൾ വാങ്ങിയതിൻ്റെ പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ സെയിൽസിൻ്റെ പൈസയിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടി വരും, നമ്മളെ ആവശ്യങ്ങളിലേക്ക് എടുക്കേണ്ടി വരും. ഇങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ട് ബിസിനസ് ചെയ്യാൻ കഴിയാതെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മളിലുള്ള പൈസക്ക് അനുസരിച്ച് മാത്രം ഒരു ബിസിനസ്സിന് 5 ലക്ഷം രൂപയാണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ 15 ലക്ഷം രൂപയെങ്കിലും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ പണിക്ക് നിൽക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്തില്ലെങ്കിൽ കടം ഉണ്ടാവില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്തിട്ട് ഇറക്കിയുടെ ബിസിനസ് ചെയ്ത് ആ പൈസയും പോയി ഉണ്ടാവും. അനുബന്ധമായ കടങ്ങളും കൂടി 20 ലക്ഷം കടയുണ്ടാവും. നമ്മൾ ചെയ്തില്ലായിരുന്നെങ്കിലോ 20 ലക്ഷം രൂപ കടത്തിൽ നിന്ന് നമ്മൾ ഒഴിവായി കിട്ടും. ഉള്ള ജോലി കൊണ്ട് കൃത്യമായിട്ട് പോകാൻ കഴിയും. ഓക്കെ, അതാണ് പറയുന്നത്.